ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഷിമീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു നാനിൻ്റെ റെസിപ്പിയാണ്. ബട്ടർ നാനാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ മുസ്ലിംസിൻ്റെയൊക്കെ നോയമ്പ് കാലമല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുന്ന, കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ബട്ടർ നാനും ബട്ടർ ചിക്കനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ 1 കിലോ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഷുഗർ, സോൾട്ട് ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഐറ്റംസ് ആണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു നേരിയൊരു ഇളം ചൂടുള്ള പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 240 ml ഒരു കപ്പാണ്. അതുപോലെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള കേർഡ്, തൈര് ഫ്രിഡ്ജിൽ വെച്ചതല്ല, ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷമുള്ള ഒരു 1/4 കപ്പ് തൈരും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ് ഉണ്ടാക്കൂലേ, അതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യമേ ഇട്ടിരിക്കുന്നത് പാലും തൈരും കുറച്ച് ഓയിലും മാത്രമാണ്. ഈ സമയത്ത് വെള്ളം കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുള്ള അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറച്ച് ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം എല്ലാവരും ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പ് മതിയാകും. നല്ല രീതിയിലൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റി ആയിട്ടുള്ള നാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് വീഡിയോ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, കാരണം നമ്മൾ നീഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ബോറൊന്നും തോന്നാതിരിക്കാൻ നന്നായിട്ട് ഞാൻ ഫാസ്റ്റാക്കി അടിച്ചു വിടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നീഡ് ചെയ്ത് വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഒന്ന് പൊങ്ങാൻ വെക്കണം. അതിനുശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് വലിയ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നമുക്കിതിന് വലിയ ഷേപ്പൊന്നും വേണ്ട, ചപ്പാത്തിനെയൊക്കെ പോലെ ഇതേപോലെയൊക്കെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി ഇതേപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം കുറച്ച് നോർമൽ വെള്ളമാണ് കേട്ടോ, നമ്മുടെ വെറുതെ പച്ചവെള്ളമാണ്. ഇതേപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതാക്കാണ്ടാവും. ഇതേപോലെ ഒരു പാനിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് നന്നായിട്ട് എൻ്റെ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കുറച്ച് പണിയായിരുന്നു നമുക്ക് വെക്കാം. ഇതാ നോക്കി, ഇതുണ്ടോ, നോൺ സ്റ്റിക്ക് പാത്രം ആകുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് അടർന്നു വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളം തടവി കൊടുക്കൂല, അത് ശരിക്കും ആ പാനിൽ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ബട്ടർ അങ്ങോട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടറിനൊക്കെ ഒരു കണക്കും ഇല്ലാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. അതാ നോക്കി എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ നാൻ റെഡിയായി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കുറച്ച് സമയം നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ഫുഡാണെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഫാമിലിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കുറച്ച് സമയമൊക്കെ എടുത്തൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം തന്നെയാണ്, ഈ ബട്ടറിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗാർലിക് നാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.